ഹലോ, വെൽക്കം ടു അജി കിച്ചൻ. ഇന്ന് ഞാനൊരു എഗ്ഗ് കറി ഉണ്ടാക്കാൻ പോണേ. നല്ല രസമുള്ള എഗ്ഗ് കറിയാണ്, നല്ല ടേസ്റ്റോട് കൂടിയ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 6 മുട്ട പുഴുങ്ങി തോടൊക്കെ കളഞ്ഞ് വെച്ചേക്കണേ. പിന്നെ ഇതിന് 3 ഇടത്തേ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ചെറിയ സവാള. ഇനി അതിന് വേണ്ടി നമുക്ക് ഇച്ചിരി മസാല ഉണ്ടാക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലി, 1/4 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/2 ടീസ്പൂൺ ജീരകം, സാദാ ജീരകം. ഇത് നമുക്കൊന്ന് ഇങ്ങോട്ട് വെച്ചൊന്ന് വറുത്തെടുക്കാം. ഇതൊന്ന് വറുക്കാം. അജി കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഫോളോ ചെയ്ത്, ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ട്. നമ്മുടെ മല്ലിയും കുരുമുളകും ജീരകവും പെരുംജീരകവും ഒക്കെ നല്ല മൂത്ത് വന്നിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫാക്കി. ഇതൊന്ന് തണുക്കട്ടെ. തണുത്തിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് അടുത്ത മസാല ഉണ്ടാക്കാം. ഇത് ഫ്രൈ അല്ലേ. ഇനി സവോളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ ഈ മസാല തണുക്കട്ടെ. തണുക്കുന്ന നേരം കൊണ്ട് നമുക്ക് സവാള വഴറ്റിയെടുക്കാം. ഇതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിനകത്ത് ഒന്ന് ചൂടാവട്ടെ. നമ്മൾ ഈ ചൂടായ എണ്ണയിലോട്ട് ഒരു 5 പച്ചമുളക് ഇട്ട്, 5 അല്ല 6 പച്ചമുളക് 2 മൂപ്പിട്ട് കൊടുക്കും. ഇത് വലിയ എരിയില്ലാത്ത പച്ചമുളകേ. പിന്നെ എരിക്കനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലോട്ട് ഈ അരിഞ്ഞ് വെച്ചേക്കുന്ന സവാളയില്ലേ, അത് ഇട്ട് കൊടുക്കുക. ഇത് ഇട്ടൊന്ന് ഭയങ്കര ഫ്രൈ ഒന്നും ആവണ്ട, ഭയങ്കരമായിട്ട് വഴലും വേണ്ട. ഈ സാധാരണ രീതിയിലൊരു കളർ ചേഞ്ച് ചെയ്ത് ആവണം. അപ്പം ഇപ്പം ഞങ്ങൾ വഴന്നു പോകണ്ട കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു വാട്ടം മതിയേ. ഒരു മിനിറ്റ്, 1-1.5 മിനിറ്റ് അത്രയും മതിയേ. ഇതിനകത്ത് ഒരു ശകലം പുതിനയില അതിങ്ങോട്ടിട്ട് കൊടുക്കുക. പിന്നെ ഇതിനകത്ത് ചെറിയൊരു പിടി മല്ലിയില അത് ഇങ്ങോട്ടിട്ട് കൊടുക്കുക. 2ആയിട്ടും 3ആയിട്ടും ഒക്കെ മുറിച്ചിട്ട് കൊടുക്കുക. ഇനി ഗ്യാസ് ഓഫാക്കേ. ഇനി ഇതെല്ലാം കൂടി ഇതിനകത്ത് ഇളക്കാം. ഇനി ഇതും ഒന്ന് തണുക്കട്ടെ, ഇട്ടിരിക്കട്ടെ. ഈ സമയം കൊണ്ട് നമുക്ക് ഈ തണുക്കാൻ വെച്ചിരിക്കുന്ന മസാലയില്ലേ, ഇതൊന്ന് പൊടിച്ചെടുക്കേ. ഈ മസാല നമുക്കൊന്ന് പൊടിച്ചെടുക്കേ. നമ്മുടെ പൊടി മല്ലിയും ഇതൊക്കെ ഇല്ലേ, കുരുമുളകൊക്കെ ഇല്ലേ, അത് പൊടിച്ചത് ഇട്ടിരിക്കട്ടെ. ഇനി നമുക്ക് ഈ തണുത്തില്ലേ ഈ സവാളയൊക്കെ അതിനകത്തോട്ടിടാം. ഈ മിക്സിയുടെ വലിയ ജാറിലോട്ടിട്ട് ഈ ഉള്ളി വാട്ടി ഇതിനകത്തോട്ടിട്ടിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ ഇല്ല, എന്നാലും
അത് ഞാൻ ഈ കട്ടത്തൈര് ഇങ്ങോട്ടിട്ട് കൊടുത്തേ. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇനി നമ്മുടെ ഞാൻ ഇത് സവാള ഇല്ലേ, സവാള അരച്ച് ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ടേ. ഇനി വേണ്ടത് ഇതോട്ടിരിക്കട്ടെ. ഇപ്പം ഈ പുഴുങ്ങി വെച്ചേക്കുന്ന മുട്ടയില്ലേ, അത് ചെറുതായിട്ട് ഇതിൻ്റെ പുറമൊന്ന് ചെറുതായിട്ടൊന്ന് ഞാൻ കണ്ടിച്ചു കൊടുക്കേ. ഒരുത്തൻ വന്ന് മുട്ടയ്ക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട് കേട്ടോ. ഞാൻ അവന് ഒരു മുട്ട, 6 മുട്ടയുണ്ടേ, ഒരു മുട്ട അവന് കൊടുക്കണം, അല്ലെങ്കിൽ അവ ഇവിടെ ഭയങ്കര ബഹളം ഉണ്ടാക്കും. കണ്ടില്ലേ, ഇരിക്കുന്നുണ്ടല്ലേ. ഇതാണ് ഞങ്ങളുടെ പക്കു. ഞാൻ ആദ്യമൊക്കെ കാണിക്കുമായിരുന്നു പക്കു. അങ്ങനെ ഇട്ടേക്കാം. മതി, ഒരു പൊട്ട പക്കുവിന് വെക്കണം, അത് മാറ്റി വെക്കാം. ഇനി ഇതിനകത്ത് ഒരു ശകലം കുരുമുളക് പൊടി, ഒരു ശകലം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഒരു ശകലം ഉപ്പ്, എല്ലാം കൂട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് പിടിക്കട്ടെ. ഇനി അടുപ്പ് കത്തിക്കാം. ഇതിപ്പോൾ ഇത് ഉള്ളി വാട്ടിയ പാത്രമേ. ഇതിനകത്ത് ഒരു ശകലം എണ്ണ ഒഴിച്ചു കൊടുക്കാം. മതി. എണ്ണ ഒന്ന് ചൂടാവട്ടെ. നമ്മൾ ഈ ചൂടായ എണ്ണയിലോട്ട് ഈ മസാല പുരട്ടി വെച്ച് മുട്ട അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ പുരട്ടിയൊന്നും വെച്ചില്ല, പുരട്ടിയിട്ട് എൻ്റെ കൈ കഴുകുന്ന നേരെ മാത്രമേ ആയിട്ടുള്ളേ, അതേ സമയമൊന്നും വെച്ചിട്ടില്ല. ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം, ചെറുതായിട്ട്. ഇട്ടങ്ങ് വഴറ്റി കഴിഞ്ഞാൽ ആ വെള്ളം ഭയങ്കര കട്ടി പിടിക്കേ. അതുകൊണ്ട് നോക്കിയാൽ നമ്മുടെ മുട്ടയൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറുതായിട്ട് 1 മിനിറ്റ് ഒന്ന് തിളക്കിയാൽ മതി. ഇനി വേറൊരു പാത്രം നമുക്ക് വെക്കാം. ഇനി ഇതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നോക്കിയേ, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയുള്ളേ. ഈ ചൂടായ എണ്ണയിലോട്ട് ഒരു കഷ്ണം പട്ട, ഒരു 4 ഗ്രാമ്പു, 4 ഏലക്ക, ചെറിയ ഏലക്ക, ഇതൊന്ന് ഫ്രൈ ആവട്ടെ. എന്നിട്ട് ഇതിനകത്ത് മസാല മൂത്ത് ഇതിനകത്ത് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ജിഞ്ചർ ഗാർലിക് ഇതുപോലെ അരച്ച് വെച്ചാൽ ഒരു 2-3 ഒരാഴ്ചത്തേക്ക് അരച്ച് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഇതുപോലെ എടുക്കാം. ഇത് നല്ലൊന്ന് മൂക്കട്ടെ. ഇതിൻ്റെയൊക്കെ ഒരു പച്ച മണം മാറണ്ടേ. ഇനി ഇതിലോട്ട് നമുക്ക് അരച്ച് വെച്ച വെളുത്തുള്ളി ഇല്ലേ, അല്ല വെളുത്തുള്ളി അല്ല, ചുവന്നുള്ളി അല്ല, സവാള വാട്ടിയത്, മല്ലിയിലേക്ക് അതിട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് ഭയങ്കരമായിട്ടൊന്നും വഴന്നെടുക്കണ്ട, കാരണം നമ്മൾ വഴറ്റിയല്ലേ അരച്ചത്, അതുകൊണ്ട് ഒത്തിരി അങ്ങോട്ട് വഴറ്റണ്ട.
എന്നാൽ തൈരിൻ്റെ ഒരു പച്ച മണമുണ്ട്. അതൊന്ന് വെന്താൽ മതി. തൈരൊന്ന് വെന്ത് കഴിഞ്ഞാൽ ആ മണം ഒന്ന് മാറിക്കോളും. ഇനി മിക്സിയുടെ ഈ ജാറൊന്ന് കഴുകി ഒഴിക്കണം. തൈരൊന്ന് വേറത്തെ. ഈ കൂട്ടിലോട്ട് ഇപ്പം ഞാൻ പൊടിച്ചെടുത്ത മസാലയില്ലേ അത് ഇട്ട് കൊടുക്കേ. ഇനി ഇതിലോട്ട് നമ്മൾ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല, കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഈ കറിക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കേ. നല്ല അടിപൊളി മണം വരുന്നുണ്ട്. ഓ, എന്താ മണം! കറി തിളച്ചിട്ട് പോലും ഇല്ലേ. ഇതൊന്ന് തിളയ്ക്കട്ടെ. തിളച്ചിട്ട് നമുക്ക് മുട്ടയിട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് 2 മിനിറ്റ്, തീ ഒന്ന് മീഡിയത്തില്ല, 2 മിനിറ്റ് കിടന്നൊന്ന് തിളയ്ക്കട്ടെ. നമ്മുടെ കറി നോക്കാം. ഓക്കെ, നല്ല തിളച്ച് 1 മിനിറ്റേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഞാൻ തിളച്ചതിന് ശേഷമല്ലേ കവർ ചെയ്ത് കൊടുത്തേ. ഇനി ഇതിനകത്തോട്ട് ഈ വാട്ടി വെച്ചേക്കുന്ന മുട്ടയില്ലേ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കേ. നമ്മളുടെ കറിയുടെ അരപ്പിൻ്റെ കറിയുടെ അനുസരിച്ച് ഇത് വറ്റിക്കും ഒക്കെ ചെയ്യേ. ഇനി ഇതിലോട്ട് കുറച്ച് 1/2 ടീസ്പൂണോളം കസൂരി മേത്തി ഇട്ട് കൊടുക്കുക. ഈ കസൂരി മേത്തി ഇതില്ലേ നല്ല ടേസ്റ്റാണ് എല്ലാ കറിക്കും. നല്ല പ്രത്യേക ഒരു മണവും കൂടാണിത്. ഇങ്ങനെ കിടക്കട്ടെ. എന്നിട്ട് ഇങ്ങനെ കവർ ചെയ്തിട്ട് ഇങ്ങനെ കിടന്ന് 2-3 മിനിറ്റ് കിടന്ന് വേവട്ടെ. വേവാനൊന്നുമില്ല ഇതിനകത്ത്. അരപ്പൊക്കെ ഈ മുട്ടയാക്കിയിട്ടൊക്കെ ഒന്ന് പിടിച്ചൊക്കെ വരത്തില്ലേ, അതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഓക്കെ, തീരെ കുറച്ചായിട്ടിരിക്കുന്ന ഭയങ്കര പൊട്ടലും ചീറ്റലും ബ്ലൂം ഒക്കെ ബഹളമായിരുന്നു ഇതിനകത്ത്. ഓക്കെ, അടപ്പ് മൊത്തം കറിയായുണ്ടോ. എന്തോ ഒരു മണമാണ്, നല്ലൊരു മണം. ഓക്കെ, അപ്പം ഞാൻ ഇനി ഗ്യാസ് ഓഫാക്കുകയാണ്. ഇതിനകത്തിൻ്റെ വേറെ പരിപാടിയൊന്നുമില്ല. ഒന്ന് ഒരു സർവിങ് ബൗളിലോട്ടൊന്ന് മാറ്റട്ടെ. നല്ല ചപ്പാത്തി, പൂരി, ഇടിയപ്പം എന്തിൻ്റെ കൂടെയും കഴിക്കാം. ഞാൻ ചോറിൻ്റെ കൂടെയും കഴിക്കാം. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. കണ്ടില്ലേ നമ്മളെ എഗ്ഗ് മസാല, എഗ്ഗ് കറി. ഈസിയാണ്. ഞാനിപ്പോൾ ഈ വീഡിയോ പിടിക്കുന്നതുകൊണ്ടാണ് അത്രയും എനിക്ക് കാണുന്നത്, അല്ലെങ്കിൽ ഈസി ആയിട്ടുള്ളൊരു കറിയാണിത്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നോക്കേ. ഇപ്പം നമ്മൾ മുട്ടക്കറി ഉണ്ടാക്കിയ മുട്ടയ്ക്കൊന്നും അത്ര വലിയ ഉപ്പ്, ഇതിനകത്ത് ഇത്രയും ഉപ്പെങ്കിലും ഒക്കെ കയറി നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്.
അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയതിൻ്റെ ഫീഡ്ബാക്ക് പറയണേ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം.